ദൈവനാമത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച് ഒരു ലഘു സന്ദേശം നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയുടെ നിലനിൽപ്പിന്, ജീവൻ്റെ നിലനിൽപ്പിന് വൃക്ഷങ്ങൾ, ഫലങ്ങൾ ആവശ്യമാണ്. അതില്ലെങ്കിൽ നിലനിൽപ്പ് അസാധ്യമാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സങ്കീർത്തനങ്ങൾ 1-ാമത്തെ അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ ദൃശ്യമായിട്ടുള്ള ഭൂമിയിലെ വൃക്ഷങ്ങൾ മാത്രമല്ല നമുക്ക് കാണുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവർ, അവർ വൃക്ഷങ്ങളാണ്, അവർ ഫലം കായ്ക്കുന്നു. അത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അത് കാരണമാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് നല്ല വൃക്ഷങ്ങളായി മാറാൻ കഴിയും. നമുക്ക് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നവരായി മാറാൻ കഴിയും. അതിനെന്ത് ആണ് ചെയ്യേണ്ടത്? സങ്കീർത്തനങ്ങൾ 1-ൽ നാം കാണുമ്പോൾ ആറ്റരികത്ത് നടപ്പെട്ടവരാണ് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ. നമ്മുടെയും ജീവിതത്തിൽ ദൈവവചനമാകുന്ന ആ നല്ല നീരുറവിനരികെ നാം വളർത്തപ്പെടുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവാകുന്ന മാരി നമ്മുടെ മേൽ ചൊരിയപ്പെടുകയാണെങ്കിൽ നല്ല വൃക്ഷങ്ങളായി നമുക്ക് വളർത്തപ്പെടാൻ കഴിയും. ഏത് മരുഭൂമിയുടെ അവസ്ഥയും മാറും. നല്ല ഫലം കൊടുക്കുവാൻ കഴിയും. അല്ല, നമുക്കും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.